നിർണായക തീരുമാനം ഉടൻ ഉണ്ടാകും എന്ന എൻ പ്രശാന്ത് IAS ഫേസ്ബുക്ക് പോസ്റ്റ് സസ്പെൻസ് ഒളിപ്പിച്ചുള്ള പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് രാജിയാണോ എന്ന് ചോദിച്ച് കമന്റ് ബോക്സ് ഇങ്ങനെ നിറയുകയാണ്. അച്ചടക്ക നടപടി നേരിട്ട് 6 മാസത്തിലധികമായി സസ്പെൻഷനിലാണ് പ്രശാന്ത്. ടിൻറ്റു ചേരുന്നുണ്ട്. ടിൻറ്റു, എന്തായിരിക്കും ആ ഒരു തീരുമാനത്തിന് പിന്നിൽ? കാരണം ചെറിയ പൂക്കൾ ഇങ്ങനെ വിതറിയ ഒരു ഫോട്ടോ, അതിൻ്റെ താഴെയാണ് എൻ പ്രശാന്ത് IAS പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു തീരുമാനം ഉടൻ എടുക്കും, നിർണായക തീരുമാനം ഉടൻ എന്ന്. എന്താകും ആ തീരുമാനം? രോഹിണി, ഉദ്യോഗസ്ഥരും കൂടുതൽ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഫോണിൽ കൂടെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടും പ്രശാന്ത് ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കൊഴിഞ്ഞ പൂക്കൾ അല്ലെ കൊഴിഞ്ഞ ഇതളുകൾ എന്താണെന്നും അതോടൊപ്പം തന്നെ സംതിങ് ന്യൂ ലോഡിങ്, അതോടൊപ്പം തന്നെ ഇറ്റ്സ് ടൈം ടു ഡിസൈൻ, അങ്ങനെ കുറച്ച് വാക്കുകളും അതോടൊപ്പം തന്നെ ഈ ഒടുവിൽ തീരുമാനമെടുക്കുന്നു എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റുമാണ് എൻ പ്രശാന്ത് 1 മണിക്കൂർ മുമ്പ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിന് താഴെയാണ് ഇത്തരത്തിൽ ഈ കമന്റ് ബോക്സുകളിൽ ചോദ്യങ്ങൾ ഉയർന്നത്. സാറ് ഇത്തരത്തിൽ രാജിയിലേക്ക് പോവുകയാണോ? പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോകരുത്, അതോടൊപ്പം തന്നെ ഈ ആവേശത്തിൽ മറ്റു തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്നിങ്ങനെ കമന്റ് ബോക്സുകൾ നിറയുന്നത്. ഈ അച്ചടക്ക നടപടിയെ തുടർന്ന് 6 മാസത്തിലധികമായിട്ട് എൻ പ്രശാന്ത് സസ്പെൻഷനിലാണ്. എൻ പ്രശാന്തുമായി ബന്ധപ്പെട്ട വിവാദം അത് IAS തലപ്പത്തെ വലിയ ഒരു തമ്മിലടിയിലൊക്കെ പോയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സ്പെഷ്യൽ കമ്മിറ്റി, അതായത് ഒരു IAS വിഭാഗത്തിലെ സ്പെഷ്യൽ കമ്മിറ്റി അല്ലെങ്കിൽ എൻ പ്രശാന്തിനെ ഈ സസ്പെൻഷൻ കാലാവധി തുടരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റിവ്യൂ റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 6 മാസത്തെ സസ്പെൻഷൻ കാലാവധി ചിലപ്പോൾ ഇനിയും നീളാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ എൻ പ്രശാന്തിന് സർവീസിലേക്ക് കയറാൻ കുറച്ചുകൂടി സമയം എടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ വരുന്ന സമയത്ത് സസ്പെൻഷന്റെ കാലാവധി വർദ്ധിച്ചേക്കും. കാരണം ഈ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെതിരെയും അതോടൊപ്പം തന്നെ ധനവകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള ജയതിലകിനെതിരെയൊക്കെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ കൃഷി വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ IAS തലപ്പത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ ചൂണ്ടിക്കൊണ്ട് വിവിധ ആരോപണങ്ങൾ എൻ പ്രശാന്ത് ഉന്നയിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ IAS തലപ്പത്ത് വലിയ രീതിയിലുള്ള ഒരു തമ്മിലടിക്കും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമൊക്കെ ആയി മാറിയിരുന്നു. ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റി ഇദ്ദേഹത്തിന് സസ്പെൻഷൻ ശുപാർശ ചെയ്തത്. അങ്ങനെയാണ് വകുപ്പ് തല നടപടി എന്നതോടും ഇത്തരത്തിൽ സസ്പെൻഷനിലേക്ക് പോവുകയും 6 മാസക്കാലമായി പ്രശാന്ത് സസ്പെൻഷനിൽ തുടരുകയും ചെയ്തത്. അപ്പോൾ പ്രശാന്ത് ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എന്താണ് ആ തീരുമാനമെന്ന് എടുക്കുന്നത് എന്ന് അറിയാനായിട്ടാണ് ഒരുപക്ഷെ എല്ലാവരും ആകാംക്ഷയോടുകൂടി ആ കമന്റ് ബോക്സ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഇതുവരെ മാധ്യമങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ടൊരു പ്രസ് കോൺഫറൻസ് ഒന്നും പ്രശാന്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്ത് തീരുമാനമുണ്ടായാലും അത് ഫേസ്ബുക്കിലൂടെയോ സമൂഹ മാധ്യമങ്ങളിലൂടെയോ അറിയിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏപ്രിൽ 1 കൂടിയാണ്. അപ്പോൾ എന്താണ് പ്രശാന്ത് ഉദ്ദേശിച്ചത് എന്ന് വരും മണിക്കൂറുകൾ അദ്ദേഹം തന്നെ സമൂഹ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുമായിരിക്കും. പക്ഷേ അതിലുപരി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സസ്പെൻഷൻ കാലാവധി വകുപ്പ് തലത്തിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും തീരുമാനം എന്തെന്ന് അറിയിച്ചില്ല. എന്തോ പുതിയത് വരാനുണ്ട്, പുതിയൊരു തീരുമാനം എടുക്കുന്നു, പുതിയ നിർണായക തീരുമാനത്തിലേക്ക് എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പ്രശാന്ത് പങ്കുവച്ചിട്ടുള്ളത്. രോഹിണി. ശരി ടിൻറ്റു, എന്തായാലും ഇങ്ങനെ കൊഴിഞ്ഞ ഇതളുകൾ വിതറിക്കിടക്കുന്ന ഒരു ഫോട്ടോയാണ് എൻ പ്രശാന്ത് പങ്കുവച്ചിരിക്കുന്നത്. ആ തീരുമാനം ഇന്നെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് താഴെ ഹാഷ്ടാഗോടുകൂടി ഫൈനലി ഡിസിഷൻ, ഇറ്റ്സ് ടൈം, സംതിങ് ന്യൂ ലോഡിങ് എന്നൊക്കെ അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. എന്തായിരിക്കും എന്നുള്ളത് ഒരു സസ്പെൻസായി തന്നെ തുടരുകയാണ്.